ഹലോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാനും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുറെ പേര് ചോദിക്കുന്ന സംശയത്തിനുള്ള ഒരു ഉത്തരാണ് കേട്ടോ. അപ്പൊ അത് വേറെ ഒന്നുമല്ല, മുഖത്തുണ്ടാകുന്ന പിമ്പിൾസിനെ കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, നാച്ചുറലി എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുക ഡോക്ടറെ എന്നുള്ളത് കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒട്ടും പഠിക്കാണ്ട് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പൊ അത് കുറെ പേർക്ക് ഉപകാരമാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനി ഒരുപാട് വളച്ചു കിട്ടുന്നില്ല. നമ്മൾ പിമ്പിൾസ് എന്ന് പറയുന്നത് വളരെ ടീനേജ് പ്രായം തൊട്ട് കുട്ടികളിൽ കണ്ടുവരുന്നതാണ്. അതായത് ഒരു 13-14 വയസ്സ് തൊട്ട് മെയിലായാലും ഫീമെയിൽ ആയാലും അവർക്ക് അവരുടെ ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ പീരീഡ്സ് ഉണ്ടാവും. അതേപോലെ മെയിലാണെങ്കിൽ അവർക്ക് അവരുടേതായ മെയിൽ അതായത് ഹോർമോൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് അവർക്ക് തന്നെ ഒരുപാട് ഹോർമോൺ ഇഷ്യൂസുകൾ ആ സമയത്ത് ഇറഗുലാരിറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്താണ് നമുക്ക് ഈ പിമ്പിൾ പ്രശ്നങ്ങൾ പൊന്തി വരിക. അപ്പൊ ആദ്യമൊക്കെ നമ്മുടെ ഫേസ് ആ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ ഫേസ് കണ്ടറിയാം, നല്ല ക്ലിയർ ആയിരിക്കും. അവർക്കൊരു പിമ്പിളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്നായിരിക്കും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പൊ നമ്മൾ മൈൻഡ് വല്ലാണ്ട് അങ്ങോട്ട് ഡൗൺ ആയി പോകും. നമുക്ക് എന്താ ചെയ്യേണ്ടേ, അയ്യോ എനിക്ക് മാത്രം, ചില കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവരുടെ ഫേസിൽ, അപ്പൊ എന്റെ ഫേസിൽ മാത്രം എന്താ ഇങ്ങനെ വരുന്നത്, അങ്ങനെ അവർ മെന്റലിയും കൂടി ഡൗൺ ആയി പോകുന്ന കുറെ പ്രശ്നങ്ങൾ വരാറുണ്ട് ഈ പിമ്പിൾസിന്റെ കാരണം കൊണ്ട്. ആരെയും ഫേസ് ചെയ്യാൻ പറ്റാതെയാവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ നല്ല തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ ഉണ്ട് കേട്ടോ. പിന്നെ ഇനി പറയാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത്, നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം, കംപ്ലീറ്റ്ലി കാണാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇടയിലൊക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ഇനി കാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ പലവർക്കും പല കാരണങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ടീനേജിൽ വരുന്ന ഒരു കുട്ടിക്ക് മിക്കവാറും ഹോർമോണൽ ഇഷ്യൂസ് ഒരു പരിധി വരെ വരാറുണ്ട്, കൂടുതലായിട്ട് മെജോറിറ്റി കാണാറുണ്ട്. പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡാൻഡ്രഫ് ഇഷ്യൂസ് ആണ്. ഇപ്പൊ ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഹെയർ ഫോൾ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ എല്ലാവർക്കും അറിയാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഡാൻഡ്രഫ് ബാധിക്കുന്നത് ഹെയറിനെ മാത്രമല്ല, നമ്മുടെ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര വലിയൊരു വില്ലനാണ് ഡാൻഡ്രഫ്. അപ്പൊ ഡാൻഡ്രഫ് എന്താ ഉണ്ടാവുക, അതൊരു പൗഡർ പോലെയാണ്, അറിയാലോ. അപ്പൊ അത് നമ്മുടെ മുഖത്ത് വീണ് കഴിഞ്ഞാൽ ആ വീഴുന്ന ഭാഗത്ത് മുഴുവൻ പിമ്പിള്, അതിനെ പറ്റിയിട്ടുള്ള അതിന്റെ ഇറിറ്റേഷൻ, ഇൻഫെക്ഷൻ ആയി അവിടെ വേറെ പാടുകൾ വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പൊ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ എന്തായാലും ഡാൻഡ്രഫിനെ ട്രീറ്റ് ചെയ്യാതെ നമ്മുടെ മുഖക്കുരുവിന്റെ ഒരു മാറ്റം ഒരിക്കലും വരില്ല. നമ്മുടെ മുഖം എന്തൊക്കെ ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും ഡാൻഡ്രഫ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് കിട്ടില്ല. അപ്പൊ നമ്മളെപ്പോഴും ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മളെപ്പോഴും ഡാൻഡ്രഫ് ആയിട്ട് വരുന്ന ഒരു കുട്ടിക്ക്, ഡാൻഡ്രഫ് കുട്ടി മാത്രമല്ല കേട്ടോ, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും നമ്മൾ ഡാൻഡ്രഫിന് പ്ലസ് നമ്മൾ മുഖക്കുരുവിനെയും കൂടിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറ്. ഇനി നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ, നമ്മളൊരു ഓയിലി സ്കിന്നുള്ള ആളാണെങ്കിൽ നമുക്ക് സെബം പ്രൊഡക്ഷൻ, നമുക്കറിയാം സെബം പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓയിൽ നല്ല രീതിയിൽ നമ്മുടെ മുഖത്തുണ്ടാവും. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത കോസ്മെറ്റിക്സ്, അതേപോലത്തെ പ്രൊഡക്ട്സ് അതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്കിൻ കെയർ കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഹോർമോണൽ പ്രോബ്ലം ഉണ്ടാവില്ല, ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു കാര്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുറെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. പിന്നെ കുറെ രീതിയിലുള്ള പിമ്പിൾസ് നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. ചിലവർക്ക് വളരെ മൈൽഡ് ആയുള്ള പിമ്പിൾസ് ആയിരിക്കും, അതായത് ഇവിടെ ഒരു പിമ്പിൾ ഉണ്ട്, ഇവിടെ 2 പിമ്പിൾ ഉണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് വരുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് വരുന്നത് ഡോക്ടറേന്ന് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ പിമ്പിൾസ് നമ്മുടെ കാണാറുണ്ട്. പിന്നെ മോഡറേറ്റ് ആയിട്ട്, പിന്നെ സിവിയർ ആയിട്ട്. സിവിയറിലൊക്കെ വരുന്നതാണ് പസ് ഫിൽഡ് ആയതും, പിന്നെ അതേപോലെ പഴുത്ത് അതിൽ നിന്ന് ഇങ്ങനെ ഒരു തരം വെളുത്ത കളറിലുള്ള ഒരു സാധനം പസ്സാണ് അത് വരുന്നത്. അതേപോലെ നീര് വരിക, ആ ഭാഗത്തൊക്കെ നീര് വരിക, ഭയങ്കര വേദന, പെയിൻഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ പിമ്പിൾസ് വരികയാണെങ്കിൽ എന്തായാലും ഒരു വൈദ്യസഹായം നിങ്ങൾ തേടേണ്ടതാണ്. അതൊരിക്കലും വെച്ചേക്കരുത്. കാരണം പിന്നെ മുഖത്ത് സ്കാർ വരും, അത് പിന്നീട് ഒരു പ്രോബ്ലമായി മാറും. അപ്പൊ അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ മുളയിലെ തന്നെ നുള്ളിക്കളയാന്ന് പറയും. അതുപോലെ ചികിത്സകൾ നമുക്ക് ആയുർവേദത്തിൽ ലഭ്യമാണ്, അത് പ്രയോജനപ്പെടുത്താം. അപ്പം ആ കേസ് അത് ഒരു വൈദ്യസഹായം തേടേണ്ട കേസാണ്. ഇനി വരുന്നത് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു പിമ്പിൾസ്. അപ്പൊ ചിലവർക്ക് രക്തശുദ്ധിയിലുള്ള പ്രശ്നം കൊണ്ട്, രക്തത്തിന്റെ ശുദ്ധിയിൽ, അതായത് ആയുർവേദം പരാമർശിക്കുന്ന ഒന്നാണ് രക്തശുദ്ധിയിലുള്ള പ്രശ്നം കൊണ്ട് നമുക്ക് പിമ്പിൾസ് വരാറുണ്ട്. അപ്പൊ അശുദ്ധ രക്തം, അപ്പൊ അത് കളയാനായിട്ട് നമ്മൾ പല മെഡിസിൻസും യൂസ് ചെയ്യാറുണ്ട്. കതിരാരിഷ്ടം, അതേപോലെ അരവിന്ദാസവം, ഉഷിരാസം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല മെഡിസിൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഓരോ പ്രകൃതി, ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രകൃതി അനുസരിച്ചും രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ചും അത് വൈദ്യന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെഡിസിൻ പറയോ ഡോക്ടറെ എന്ന് പറഞ്ഞാൽ നമ്മളത് പറഞ്ഞു കൊടുക്കാതെ. കാരണം ഇത് പലവരും ഉപയോഗിക്കും, പക്ഷെ അവർക്ക് അവർ ചെയ്യുന്നതിന് റിസൾട്ട് കിട്ടണമെന്നില്ല. അതൊരു ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾക്ക് ചില ഇഷ്യൂസിന് നമ്മൾ ഇന്റേണൽ മെഡിസിനും കൂടി എടുത്താലേ പിമ്പിൾസിന് മാറ്റം വരുള്ളൂ. പ്രത്യേകിച്ച് ഈ ഹോർമോണൽ ഇഷ്യൂസ്, അതേപോലെ ഈ രക്തശുദ്ധിയിൽ ഉണ്ടാകുന്ന അശുദ്ധി, അതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് മെഡിസിൻ എടുത്താലേ പൂർണ്ണമായും ഈ പറയുന്ന പ്രശ്നങ്ങൾ മാറുള്ളൂ. അല്ലാതെ ഒരു ഓയിൻമെന്റ് തേച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മുഖലേപനം ചെയ്തതുകൊണ്ടോ ഇതൊന്നും കുറയില്ല. പിന്നെ നമുക്ക് മുഖലേപനം പറയാറുണ്ട്. അത് വളരെ എക്സ്റ്റേണലി എന്തെങ്കിലും ഫാക്ടേഴ്സ് വന്ന് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മുഖലേപനങ്ങൾ പറയാറുണ്ട്. അതിലൊന്നാണ് 1 ടീസ്പൂൺ നിംബ ചൂർണം പ്ലസ് 1 ടീസ്പൂൺ ത്രിഫല ചൂർണം, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ,
കസ്തൂരി മഞ്ഞൾ, ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെള്ളത്തിൽ ചാലിച്ച് 20 മിനിറ്റ് മുഖത്തിട്ട് മുഖം നല്ല ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക. ഒരിക്കലും നല്ല ചൂടുള്ള വെള്ളമോ ഭയങ്കരമായിട്ട് ഫ്രീസ് ആയ വെള്ളമോ നമ്മൾ മുഖത്തിൽ യൂസ് ചെയ്യരുത്. പിമ്പിൾ എപ്പോഴും വരുന്ന ആളുകളോടാണ് കേട്ടോ ഈ പറയണേ, ആരും അങ്ങനെ യൂസ് ചെയ്യരുത്. ചെറു ചൂടുവെള്ളം എപ്പോഴും യൂസ് ചെയ്ത് നമ്മുടെ മുഖം കഴുകാൻ ശ്രമിക്കുക. പിന്നെ മുഖലേപനം എന്ന് പറയുന്നത് ഡെയിലി ചെയ്യാനുള്ളതല്ല, മനസ്സിലായോ? മുഖലേപനം ട്വൈസ് ഇൻ എ വീക്കാണ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് പലരും ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് അവരുടെ മുഖം ഭയങ്കര ഡ്രൈ ആയി പോവുക. ഡ്രൈ ആയി പോയാലും പിന്നെ പിമ്പിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മുഖലേപനം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മുഖം തുടയ്ക്കുന്ന ടവല്, ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ടവല് കൊണ്ട് തുടയ്ക്കുമ്പോൾ നമ്മൾ അങ്ങ് ഉരച്ച് തുടയ്ക്കരുത്, വളരെ ലൈറ്റ് ആയിട്ട് ഒപ്പിയെടുക്കാനേ പാടുള്ളൂ. പിന്നെ ഈ ടവൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകണം. അതായത് ഈ ടവലിലും ഒരുപാട് ബാക്ടീരിയകളും അഴുക്കും ഒക്കെ അടിയുന്ന ഒരു സ്ഥലമാണല്ലോ ഈ ടവല്. അപ്പൊ നമ്മൾ ഇത് വീണ്ടും വീണ്ടും അത് തന്നെ യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ നമ്മുടെ മുഖത്ത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊരു ആഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ടവൽ ഒന്ന് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെ വളരെ ബേസിക് ആയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത്രയും ബേസിക് ആയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ മാറും. പിന്നെ അതേപോലെ തന്നെ തലയണകൾ, ഇതൊക്കെ നമ്മൾ ഡാൻഡ്രഫിലും കൂടി പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഡാൻഡ്രഫ് ഉള്ളവർക്ക് തലയണകൾ അതിന്റെ കവർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം. അതൊക്കെ നമ്മുടെ തലയിൽ വീണ്ടും വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് തല മാത്രമല്ല മുഖത്തിനും നമ്മൾ അവിടെ ചാരിയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് മുഖത്തിന് പ്രശ്നം ഇല്ലാതിരിക്കാൻ എപ്പോഴും ഹൈജീനും കൂടിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മുഖം നമ്മൾ 2 നേരം കഴുകുക. ഓയിലി സ്കിൻ ഉള്ളവരോടാണ് കേട്ടോ പറയണത്. അപ്പം അങ്ങനെ ഒരുപാട് കെയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ മുഖം തന്നെ സ്കിൻ കെയർ നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഇപ്പൊ സ്കിൻ കെയർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. സ്കിൻ കെയർ വേറെ ഒന്നുമല്ല, ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം എന്ന് വെച്ച് മുഖം കഴുകുക. അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർ നീമിന്റെ ഫേസ് വാഷ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് മേടിച്ച് മുഖം നന്നായി കഴുകുക. കൂടെ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ സൺസ്ക്രീൻ. അപ്പൊ എന്റെ മുഖത്തിന് ഇതൊന്നും അപ്ലൈ ചെയ്താൽ പറ്റില്ല എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ മുഖത്തിന് പറ്റിയ മോയ്സ്ചറൈസറും സ്കിൻ കെയറും അവൈലബിൾ ആണ്. ഇപ്പൊ ഓയിലി സ്കിൻ ഉള്ള ആൾക്ക് അതിന് പറ്റിയത് അവൈലബിൾ ആണ്. അത് നിങ്ങൾ കണ്ടുപിടിക്കാം, മനസ്സിലായോ? പക്ഷെ അത് അപ്ലൈ ചെയ്യാതിരിക്കരുത്. അതിന് നമ്മുടെ മുഖത്തിന് ഒരുപാട് മാറ്റം കൊണ്ടുവരാനും നമ്മുടെ മുഖത്തിലുള്ള ടാൻ മാറാനും ഇതുപോലത്തെ പ്രശ്നങ്ങൾ കുറയ്ക്കാനൊക്കെ ഉള്ള ശേഷിയുണ്ട് നല്ല സ്കിൻ കെയർ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ. അപ്പൊ എല്ലാവരും ഇതൊക്കെ കെയർ. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കാം. ഒരുപാട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് കൂടി, അതായത് സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുഖത്തിന് മാത്രമല്ല തിളക്കം കിട്ടുക, നമ്മുടെ ശരീരം മൊത്തം തിളങ്ങാൻ വേണ്ടി നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കാം അല്ലെ. അപ്പൊ വെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയണേ, ആരോഗ്യത്തിനും നമുക്ക് ഒരുപാട് നല്ലതാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ, അതായത് ഒരു 60 കിലോ ഉള്ള ഒരു മനുഷ്യൻ ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് എത്ര വെള്ളം കുടിക്കണം. അപ്പം അത്രയും വെള്ളം നമ്മൾ കുടിക്കുക. നമ്മൾ വെള്ളം കുടിയില്ല ഒരു പ്രശ്നം വെക്കുക. പിന്നെ മൂത്രം ഒഴിക്കുക. അതേപോലെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യുക. കാരണം ഇതൊക്കെ നമ്മുടെ മുഖക്കുരുവിനെ ബാധിക്കും, മനസ്സിലായോ? ടോക്സിൻസ് പുറത്തു പോവാതെ അടിഞ്ഞു കൂടുമ്പോൾ അത് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറും. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും സിവിയർ ആയിട്ടുള്ള ആക്നെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കൂ, വാട്സപ്പ് ചെയ്താലും മതി. നമ്മൾ അതിനുള്ള സേവനം ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ചെറിയ കൺസൾട്ടേഷൻ ചാർജിലാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം എല്ലാവരും അങ്ങനെ അപ്പം അത്രയും കെയർ ചെയ്ത, അതായത് നമ്മൾ എന്തും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അല്ലെ. അപ്പം ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. സ്കിൻ കെയർ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്യൂസ്. പിന്നെ അതേപോലെ മുഖലേപനമൊക്കെ ഇടയ്ക്ക് ചെയ്യാം. അതേപോലെ ആവി കൊള്ളുക, അതായത് പേരായുടെ ഇല കൊണ്ട് ആവി കൊള്ളുന്നതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തിന്. അങ്ങനെ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ആയുർ ടോക്സ് എന്നത്തെ എപ്പിസോഡ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായ ഈ വീഡിയോ എന്ന് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ലൈവിൽ വരണം. ലൈവിൽ നമ്മുടെ അടുത്ത് ഡൗട്ട്സ് ചോദിക്കണം. പിന്നെ ആർക്കെങ്കിലും ഓൺലൈൻ കൺസൾട്ടേഷനോ ഡയറക്റ്റിനോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ബൈ, എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി കേട്ടോ.